കോഴിക്കോട് ഓഫീസേഴ്സ് ക്ലബ്ബിൽ മദ്യലഹരിയിൽ തോക്കുമായി യുവാവിന്റെ പരാക്രമം. തോക്ക് ചൂണ്ടി മറ്റുള്ളവരെ യുവാവ് ഭീഷണിപ്പെടുത്തി. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ഉണ്ട്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ചില സിനിമകളിലെ ദൃശ്യങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നത്. ഇന്നസെന്റ് കയ്യിൽ തോക്കുമായി നടക്കുന്ന ഒരു സീനൊക്കെ ഓർമ്മ വരുന്നുണ്ട്. ഇയാൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാതെയാണോ അതോ അതൊരു വലിയ രീതിയിലുള്ള ഭീഷണി, ക്ലബിൽ മറ്റംഗങ്ങൾക്ക് നേരെ എന്തെങ്കിലും പ്രശ്നത്തിന്റെ പുറത്തുള്ള ഭീഷണി, അങ്ങനെയാണോ? ഷീജ, കോഴിക്കോട് ഉള്ളേരി സ്വദേശിയായ സുധീന്ദ്രൻ എന്നയാളെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇയാൾ ഈ ഓഫീസ് ക്ലബ്ബിലെ അംഗമാണ്. സ്ഥിരമായി ഈ ഓഫീസ് ക്ലബ്ബിലെത്തി മദ്യപിക്കുകയും മറ്റുള്ളവരുമായി ആശയവിനിമയമൊക്കെ നടത്തി പോവുകയും ചെയ്യുന്ന ആളാണ്. പലപ്പോഴും ഇത്തരത്തിൽ മദ്യപിച്ച് ലക്ക് കെട്ട ശേഷം ഈ അംഗങ്ങൾക്ക് നേരെ വാക്കുതർക്കം ഉണ്ടാവുകയും അല്ലെങ്കിൽ അവർക്ക് നേരെ ഭീഷണി മുഴക്കുകയും ഒക്കെ ചെയ്യുന്ന പതിവാണ് എന്നാണ് അവിടെ നിന്നും അറിയാൻ കഴിയുന്ന വിവരം. അത്തരത്തിൽ തന്നെയാണ് ഇന്നലെയും ഇതുപോലെ വാക്കുതർക്കം ഉണ്ടായത്. പലപ്പോഴും ഇയാളുമായി വാക്കുതർക്കം ഉണ്ടാവുമ്പോൾ മറുവശത്തുള്ള ആളുകൾ ഒരുപക്ഷെ അവിടെ നിന്നും മാറിപ്പോവുകയോ അല്ലെങ്കിൽ അവരിത്തരത്തിൽ ഈ ബഹളത്തിൽ കക്ഷിയാവാതിരിക്കുകയോ ചെയ്യുന്നത്. പക്ഷേ ഇന്നലെ സാധാരണ നിലയിലുള്ള പ്രകോപനം ഒരു പടി കൂടി കടന്ന് കയ്യിലുള്ള ഒരു എയർ പിസ്റ്റൾ ഉപയോഗിച്ച് ഭീഷണി മുഴക്കുകയായിരുന്നു. ഓഫീസ് ക്ലബ്ബിൽ ഉണ്ടായിരുന്ന ആളുകളുടെ നേരെ ഇത് ചൂണ്ടി ഭീഷണി നടത്തി അതിനുശേഷം വാഹനത്തിൽ ഇട്ടുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടു. എന്തായാലും എയർ പിസ്റ്റൾ ആയതുകൊണ്ട് തന്നെ അത് കയ്യിൽ വെക്കാൻ അനുമതി ഉള്ളതാണ് എന്നാണ് പോലീസ് പറയുന്നത്. അതായത് അത് കയ്യിൽ വെച്ചാൽ പ്രത്യേക ഒരു നിയമവിരുദ്ധമായി കണക്കാക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. പക്ഷേ ആളുകൾക്ക് നേരെ ഭീഷണി ഉയർത്തിയെന്നും സംബന്ധിച്ച അന്വേഷണം നടത്തുമെന്ന് പോലീസ് പറയുന്നുണ്ട്. ഇയാൾക്ക് ഈ പോലീസ് ഈ ഗണ്ണ് ഉപയോഗിക്കാനുള്ള ലൈസൻസ് ഉള്ള ഒരു ആൾ കൂടിയാണ്. പക്ഷേ അത്തരം ലൈസൻസ് ഉണ്ടായപ്പോഴും ഒരു ആയുധം കാട്ടി മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തി എന്നതൊരു കുറ്റമായി തന്നെയാണ് പോലീസ് പറയുന്നത്. ഈ ക്ലബ് അംഗങ്ങൾ, ഓഫീസ് ക്ലബ് അംഗങ്ങൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അനീഷാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് നിന്ന് ഉള്ളിയേരി സ്വദേശി സുധീന്ദ്രനാണ് ഓഫീസേഴ്സ് ക്ലബ്ബിൽ ഇങ്ങനെയൊരു പരാക്രമമൊക്കെ കാണിച്ചത്. എന്തായാലും അപകടമൊന്നും ഉണ്ടായില്ല എന്നത് ആശ്വാസകരം.